പോളിംഗ് ട്രെൻഡ് മുഴുവനും LDFിന് അനുകൂലമാണ്. LDFിന്റെ എല്ലാ പ്രവചനങ്ങളും പോലെ തന്നെ നല്ല പോളിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ പോളിംഗിൽ LDFിന്റെ വോട്ടുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ട്രെൻഡിൽ ഉറപ്പായും പറയാം LDF ജയിക്കാൻ പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്ക് ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഭൂരിപക്ഷം പ്രവചിക്കാനായിരുന്നു. ഫലം പ്രഖ്യാപിക്കുമ്പോഴേയും അവർക്കെല്ലാം ഏത് മനോരാജ്യവും കെട്ടിക്കൊടുക്കാം. എല്ലാ സ്വപ്നങ്ങളും കാണാം ഫലം പ്രഖ്യാപിക്കുമ്പോഴേ. അത് കഴിയുമ്പോൾ യാഥാർത്ഥ്യം അവർക്കെല്ലാവർക്കും ബോധ്യപ്പെടും. ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന മറ്റൊരു കാര്യം, കോൺഗ്രസ് കൈപ്പത്തിയിൽ തഴമ്പുണ്ട്. ആ തഴമ്പ് എത്രയോ കാലമായി RSS BJPയുമായി കൈകോർത്ത് പിടിച്ച കൈത്തഴമ്പാണ്. ആ കൈപ്പത്തി മറച്ചു വയ്ക്കാൻ വേണ്ടി പാടുപെടുകയാണ്. ആ കൈപ്പത്തിയിൽ ആ തഴമ്പുണ്ട്. ഇത്തവണ അവരുടെ ശ്രമം മുഴുവനും ഒരു കൂട്ടാളി ഉണ്ട്, അത് RSS ആണ്. മറ്റേ കൈകൊണ്ട് അവരിത്തവണ മുസ്ലിം RSS ആയ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും സഖ്യത്തിലാണ്. ഉറപ്പായിട്ടും എല്ലാവർക്കും അറിയാം, കോൺഗ്രസിലെ ഗാന്ധി നെഹ്റു മൂല്യബോധമുള്ളവർ അവരുണ്ട് കോൺഗ്രസിൽ. അവർക്ക് അമർഷമുണ്ട് ഈ പോക്കിൽ. അവരടക്കം ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് LDFിനായിരിക്കും. എപ്പോൾ തെരഞ്ഞെടുപ്പുണ്ടോ അപ്പോഴെല്ലാം പരോക്ഷമായിട്ട് കോൺഗ്രസിനും BJPയുമായിട്ട് കൂട്ടുകെട്ടുണ്ടാകാറുണ്ട് എല്ലായ്പ്പോഴും. അതിൻ്റെ അടിത്തറ അന്ധമായ ഇടതുപക്ഷ വിരോധമാണ്. അതൊരിക്കലും ഇവിടെ കേരളത്തിൽ ഓപ്പണായിട്ടുമുണ്ട്. അതാണ് വടകര ബേപ്പൂർ മോഡൽ. വടകരയിൽ പൊതുസ്ഥാനാർത്ഥി, ബേപ്പൂർ പൊതുസ്ഥാനാർത്ഥി. ആ പൊതുസ്ഥാനാർത്ഥിക്ക് വേണ്ടി BJPയും RSSും കോൺഗ്രസും എല്ലാം ഒന്നിച്ച് വോട്ട് പിടിച്ചു. അത് ഓപ്പണായിട്ടായിരുന്നു. പിന്നെ പലപ്പോഴും പരോക്ഷമായിട്ടാണ്. അത് കേരളത്തിലെ കോൺഗ്രസിന് ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാം, എവിടെയെല്ലാം ഒരു പാർട്ടിക്ക്, കോൺഗ്രസ് പോലുള്ള പാർട്ടിക്ക് ഇടതുപക്ഷമാണ് മുഖ്യ എതിരാളി എന്ന തോന്നലുണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം ഈ അപകടം കോൺഗ്രസിനുണ്ടാകും. അതുള്ളത് ഇവിടെ കേരളത്തിലാണ്. അത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിലമ്പൂരിൽ UDF, കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടുണ്ട് എന്നാണ് പറയുന്നത്. എവിടെയെല്ലാം കോൺഗ്രസിന് ഇടതുപക്ഷമാണോ മുഖ്യ എതിരാളി അവിടെയെല്ലാം കോൺഗ്രസ് ആരുമായിട്ടും കൂട്ടുകൂടും. RSSുമായിട്ടും കൂട്ടുകൂടും, മുസ്ലിം RSS ആയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയായിട്ടും കൂട്ടുകൂടും. അതാണ് കേരളത്തിലെ കോൺഗ്രസ്. ആ കോൺഗ്രസിന് ഗാന്ധി നെഹ്റു മൂല്യങ്ങൾ അറിയില്ല.